തങ്ങളുടെ പാട്ട് കമ്മിറ്റിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്നാണ് ഇപ്പോൾ സച്ചിദാനന്ദൻ പറയുന്നത്. അതായത് എന്നെ നേരത്തെ എന്നെ അറിയിക്കാനുള്ള തൻ്റെ ഇടം വേണ്ടേ? അതിലെ വരികൾ ഉൾപ്പെടെ അക്കാദമിക്ക് യോജിക്കാവുന്നതായിരുന്നില്ല എന്നാണ് പറയുന്നത് സർ. അത് ഞാൻ എൻ്റെ വരികളൊന്ന് ഒന്ന് വായിക്കാം, നിങ്ങൾക്ക് ഏതാ യോജിക്കാത്ത പറയും. ഹരിതഭംഗി കവിത ചൊല്ലും എൻ്റെ കേരളം, സഖ്യഗിരിതൻ ലാളനയിൽ വിലസും കേരളം, ഇളനീരിൻ മധുരമൂറും എൻ മലയാളം, വിവിധ ഭാവധാരകൾ തൻ ഹൃദയ സംഗമം, മലകൾ പുഴകൾ കായലുകൾ കടലോരങ്ങൾ, കാഴ്ച തേടും യാത്രികൾക്ക് കലാശാലകൾ, കഥകളിതൻ താളം കേട്ട് നിളയൊഴുകുന്നു, വഞ്ചിപ്പാട്ട് പാടിപ്പാടി പമ്പ പായുന്നു. ഏതാണ് ക്ലിഷേ? പമ്പ എന്ന് പറയുന്ന ക്ലിഷയാണോ, കഥകളി ക്ലിഷയാണോ? എങ്കിലും ഒരു നിവർത്തിയില്ല, അതൊന്നും അതൊക്കെ പറയാതെ എനിക്ക് പാട്ട് എഴുതാൻ പറ്റില്ല. പിന്നെ അവസാനത്തെ വരികൾ, സ്ഥിതി സമത്വ സ്വപ്നം തിരുവോണമാക്കി നമ്മൾ, സ്ഥിതി സമത്വ സ്വപ്നം തിരുവോണമാക്കി നമ്മൾ, മാനവത്വം ഒന്നേ മതമെന്ന് ചൊല്ലി നമ്മൾ, പുതുയുഗത്തിൻ പുലരുകൾക്കായി കാത്തിരുന്നവർ നമ്മൾ, ഐകമത്യ ധാരയായി മുന്നേറിടുന്ന നമ്മൾ. ഇതിലേത് പദമാണ് സ്വീകരിക്കാൻ പറ്റാത്തത്? താങ്കൾ ഈ വരികൾ സ്വീകരിക്കാൻ കഴിയാത്ത പല പദങ്ങളും അദ്ദേഹത്തിന് പാട്ടുണ്ടായിരുന്നു. ചുമ്മാ വെച്ചെന്ന് പറഞ്ഞാല് നിങ്ങൾ പറയണം, ഇതിലേതാണ് സ്വീകരിക്കാൻ പ്രയാസമുള്ള പദം? സ്ഥിതി സമത്വം എന്നുള്ള സ്വീകരിക്കാൻ പറ്റില്ലേ? സ്ഥിതി സമത്വം സ്വപ്നം തിരുവോണമാക്കി നമ്മൾ. കാരണം എല്ലാവരും ഒരുപോലെ ആകണമെന്ന് പറഞ്ഞ് ഒരു ആഘോഷം നടത്തുന്നത് നമ്മൾ മാത്രമല്ല ലോകത്ത്. കാരണം തിരുവോണം ഒരു സ്വപ്നമാണ്. കാരണം എല്ലാവരും ഒരുപോലെ ആവണം, ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ ആകണം സ്വപ്നം കണ്ടവനാ മലയാളി. ആ സ്വപ്നമാണ് നമ്മൾ തിരുവോണമാക്കി മാറ്റിയത്. ഇതിൽ എന്താണ് ഇത് കേരളത്തെക്കുറിച്ച്? ഇതാണോ ക്ലിഷേ? സ്ഥിതി സമത്വം എന്ന പദമാണ് ക്ലിഷേ, തിരുവോണം എന്ന പദമാണ് ക്ലിഷേ, ഇളനീരെന്നുള്ള പദമാണ് ക്ലിഷേ. അതായത് അംഗീകരിക്കാൻ കഴിയാത്ത ധാരാളം പദങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ടുണ്ടായിരുന്നു. ഈ വരികളിൽ എവിടെ അംഗീകരിക്കാത്ത ഏത് പദമുള്ളത്? ഒരു പദം പറയണം. ഈ വരികൾ അയച്ചു കൊടുത്തപ്പോൾ എന്തായിരുന്നു പ്രതികരണം? ആരുമായാണ് താങ്കൾ ആശയവിനിമയം നടത്തിയിരുന്നത്? ആശയവിനിമയം നടത്തിയിരുന്ന അബൂബക്കറുമായിട്ടാണ്. അബൂബക്കറാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. ഞാൻ എഴുതുന്നില്ല, ഞാൻ വേണ്ട, മറ്റാരെ കൊണ്ട് എഴുതിക്കുമെന്ന് ഞാൻ അബൂബക്കർ പറഞ്ഞപ്പോൾ താങ്കളല്ലാതെ മറ്റാരെ എന്ന് അബൂബക്കറിനോട് ചോദിച്ചുകൊണ്ട് മാത്രമേ ഞാൻ എഴുതാൻ തയ്യാറായത്. പിന്നീട് ഈ വരികൾ പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ അബൂബക്കർ പറഞ്ഞു, എനിക്ക് അത്ര തൃപ്തിയായില്ല എന്നെഴുതി. അപ്പോൾ എന്നെ വിളിച്ചു. ആദ്യ ഭാഗം ഒന്ന് മാറ്റി. ആദ്യം ഇങ്ങനെ ഇപ്പം ഞാൻ പാടുന്ന പോലെ ആയിരുന്നില്ല, വേറെ വരികളായിരുന്നു. അപ്പോൾ ആദ്യ ഭാഗം ഒന്ന് മാറ്റാമെന്ന് ചോദിച്ചു. രണ്ടാമത്തെ ചരണം ഗംഭീരമായി. ഇപ്പോൾ സ്ഥിതി സമത്വ സ്വപ്നം തിരുവോണമാക്കി നമ്മൾ, മാനവത്വം ഒന്നേ മതമെന്ന് ചൊല്ലി നമ്മൾ എന്ന ഭാഗം ഗംഭീരമായിട്ടുണ്ടെന്നും അബൂബക്കർ പറഞ്ഞു. തുടക്കം മാത്രം മാറ്റിയാൽ മതി. തുടക്കം മാറ്റിയതാണ്. ഇപ്പോൾ ഹരിതഭംഗി കവിത ചൊല്ലു എൻ്റെ കേരളം എന്നുള്ള ഇപ്പം ഞാൻ മാറ്റിയതാണ്. സ്വീകരിക്കാൻ കഴിയുന്ന ഏത് പദമാണ് ഇതിനകത്തുള്ളത്? ചരണം നല്ലതായിരുന്നു, പല്ലവി മാത്രം മാറ്റൂ എന്ന് അത് സച്ചിദാനന്ദ മനഃപൂർവ്വം എന്നോട് പക വീട്ടാൻ വേണ്ടി ഒരവസരം ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഞാൻ ആ വെട്ടിൽ വീണു, അത്രേ ഉള്ളൂ. എൻ്റെ നന്മ കാരണം ഞാൻ ആ വെട്ടിൽ വീണു.